ഹായ് ഗായ്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ക്ലാങ്കോഡസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു പൊതിച്ചോറിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പൊതിച്ചോറിന് വേണ്ടിയിട്ട് ആദ്യം ചോറ് വെച്ച് ഊറ്റിയെടുത്തു കേട്ടോ. അത് ഊറ്റി കൊട്ടയിലിട്ടതിന് ശേഷം നമ്മൾ മീനാണ് ഫ്രൈ ആക്കുന്നത്. അപ്പോൾ മീൻ ഒരു അരമണിക്കൂർ മസാലയൊക്കെ തേച്ച് നന്നായി പിടിച്ചതിന് ശേഷമാണ് നമ്മൾ സാധാരണ തേക്കുന്ന എല്ലാ മസാലകളും വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ മീൻ മസാല കൂട്ടി വെച്ചത്. പിന്നെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്ത് തന്നെയാണ് ഫ്രൈ ആക്കി എടുത്തത്. പിന്നെ നമ്മൾ ബീട്രൂട്ട് തോരനാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിന് അരപ്പുകൾ എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് റെഡിയാക്കി കൊടുത്തിട്ടുള്ളതാണ്. എല്ലാ തോരനിലേക്കും 3 വിധം തോരനാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ആദ്യം ബീട്രൂട്ട് തോരനാണ് ചെയ്യണത്. മണ്ണിൻ്റെ ചട്ടി വെച്ച് കൊടുത്തു, എണ്ണ ഒഴിച്ചു. സാധാ പോലെ തന്നെ നമ്മൾ കറിവേപ്പിലിട്ടു, കടുകിട്ടു, വറ്റൽമുളക് കട്ട് ചെയ്തിട്ടു. അതിട്ടതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച്, ഉപ്പ് ഇട്ടതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചു. പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള തോരൻ്റെ അരപ്പും ഇട്ടതിന് ശേഷം വാങ്ങി വെച്ചു. പിന്നെ നമ്മൾ മുരിങ്ങയാണ് കേട്ടോ തോരൻ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ തന്നെ ഉള്ളി അരിഞ്ഞെടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അതിലേക്ക് മുരിങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ അത് അടച്ച് വെച്ച് ആ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് വാട്ടി വന്നതിന് ശേഷം നമ്മൾ അരച്ച് കൊടുത്തിട്ടുള്ള അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തു. എല്ലാത്തിലേക്കും നമ്മൾ ഒരേപോലെയാണ് അരപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കൊച്ചുള്ളി, നാളികേരം ആണ് ചതച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതേപോലെ തന്നെ ചട്ടി വെച്ച് കൊടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് കറിയാണ്. അതായത് വെണ്ടക്കായ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കിയത്. നല്ലൊരു പുളിങ്കറിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഉലുവ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് കടുകും കറിവേപ്പിലയും ഒക്കെ ഇട്ടതിന് ശേഷം വെണ്ടക്കായ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഉപ്പിട്ട് നന്നായി വാട്ടിയെടുത്ത് പിന്നെ അത് വാടി വന്നതിന് ശേഷം 2 തക്കാളിയും കൂടി മുറിച്ചിട്ട് തക്കാളിയുടെ പുളി പിന്നെ കുറച്ച് വളംപുളിയും കൂടി നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് നാളികേരം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കൂട്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് അരപ്പ് റെഡിയാക്കിയിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ പണികളൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു വെണ്ടക്കായും തക്കാളിയും വാടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ അരപ്പ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ ഒരു കുക്കിംഗ് കാണാൻ നിങ്ങൾക്ക് പിന്നെ താല്പര്യം ഉണ്ടാകും. കാരണം നമ്മളിത് ഓപ്പണായിട്ടാണ് ചെയ്യണത്. 2 അടുപ്പ് മുട്ടിയതിന് ശേഷമാണ് ഞങ്ങളിതൊക്കെ റെഡിയാക്കി എടുത്തത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു തോരനും കൂടി റെഡിയാക്കുന്നുണ്ട്. അത് മാണിക്കായ വെച്ചിട്ടാണ് തോരന്. അപ്പോൾ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു, ചുവന്നമുളകും കട്ട് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ മാണിക്കായ നമ്മൾ ചോപ്പറിലിട്ടിട്ട് നന്നായി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അരപ്പ് നമ്മൾ വീട്ടിൽ നിന്ന് റെഡിയാക്കി കൊടുത്തിട്ടുള്ള അരപ്പ് ഇട്ട് കൊടുത്തു. അങ്ങനെ ആ തോരനും റെഡിയായി. അങ്ങനെ 3 വിധം തോരനും കറിയും മീനും ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇനി ഞങ്ങൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് മുട്ടയാണ്. അപ്പോൾ നമ്മൾ മുട്ട ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാനൊന്നും ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അത് ഒന്നിച്ച് ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുത്തത്. എന്നിട്ട് ഞങ്ങളത് കട്ട് ചെയ്തെടുത്തു. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്തും വേണം. നമ്മൾ കുറേ ദൂരെ പോയിട്ടാണ് കുക്കിങ്ങൊക്കെ ചെയ്തത്. നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു ഇത്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ മറ്റ് വിഭവങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ ഞങ്ങൾ 2-3 വീഡിയോ പിടിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് വന്നത്. അപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടോ. ചോറൊക്കെ റെഡി ആയതിന് ശേഷം നമ്മൾ ഇതൊക്കെ സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ചോറ് നമ്മൾ സെറ്റാക്കുന്ന സമയത്ത് ചട്ടിച്ചോറ് എന്ന് പറയുമ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന സമയത്താണെങ്കിലും ചോറിൻ്റെ ഒരു ഭാഗം പോലും കാണില്ല, ചോറ് അടിയിലായിരിക്കും. അങ്ങനെ വിഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ കയ്യിൽ കൊണ്ടാട്ടമുളക് ഉണ്ടായിരുന്നു, പക്ഷേ അത് ഫ്രൈ ആക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ ഞങ്ങൾക്ക് ചമ്മന്തി അരക്കണമെന്നുണ്ടായിരുന്നു, അതിനൊന്നും ഞങ്ങൾക്ക് സമയം തികഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഉള്ള ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ തട്ടിക്കൂട്ടിയെടുത്ത എന്താ പറയുക, ഒരു അടിപൊളി ചോറ് തന്നെയായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുട്ടികളും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ നല്ല വൈബായിട്ട് ഞങ്ങളവിടെ ഇരുന്ന് കഴിച്ചിട്ട് ഞങ്ങളൊരു പുൽപ്പായൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ കയ്യിൽ. അതിലൊക്കെ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് കഴിച്ച് നല്ല ഉഷാറായിട്ട് പോകുന്നു. പിന്നെ ഞങ്ങളെ ചോറൊക്കെ ടേസ്റ്റ് നോക്കാൻ ഞങ്ങളെ കൂടെ 2 പേര് അവിടെ വന്ന് അവർക്കും ഞങ്ങൾ ചോറൊക്കെ കൊടുത്തു. അപ്പോൾ അവർക്ക് വീഡിയോയിൽ നിൽക്കുന്നത് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ അതൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളെ ചട്ടിച്ചോറിൻ്റെ വീഡിയോ. അടിപൊളിയായിട്ട് ഞങ്ങളത് കഴിച്ചിട്ട് പോന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളെ ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ലൈക്കൊക്കെ അടിച്ചിട്ട് പോണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.